KPCC മാർച്ചിനെതിരായ പോലീസ് നടപടിയിൽ അവകാശ ലംഘനത്തിന് സ്പീക്കർക്ക് നോട്ടീസ് നൽകി. MP അനിൽകുമാറാണ് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷ നേതാവിനെ പോലീസ് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇന്നലെ നമ്മൾ കണ്ടതാണ്, നേതാക്കളടക്കം സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം പോലീസ് അഴിച്ചുവിടുന്നത്. ഇതിലാണ് ഇപ്പോൾ സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? രജനി, ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതി അല്ലെങ്കിൽ നോട്ടീസിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാനത്തും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് MLA-മാർ കടന്നിട്ടുള്ളത്. നിയമസഭാ സ്പീക്കർക്കാണ് ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് MLA-മാർ നോട്ടീസുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അവകാശ ലംഘന നോട്ടീസ് MLA AP അനിൽകുമാറാണ് ഇത്തരത്തിലൊരു നോട്ടീസ് നിയമസഭാ സ്പീക്കർക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് KPCC മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് സ്വീകരിച്ച നടപടികൾക്കെതിരെ കൃത്യമായ നടപടി സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യം അതിൽ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം തികച്ചും സമാധാനപരമായി നടന്ന ഒരു പ്രതിഷേധം, ആ പ്രതിഷേധത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ കണ്ണീർവാതകവും ഗ്രനേഡും ആ വേദിയിലേക്ക് പ്രയോഗിക്കുന്നു. നിരവധി MLA-മാർക്കും MP-മാർക്കും ഉൾപ്പെടെ പരിക്കേൽക്കുന്നു. ആശുപത്രിയിലേക്ക് മാറ്റുന്ന സ്ഥിതിഗതികൾ ഉണ്ടായി. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു നോട്ടീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MP കെ സുധാകരൻ, KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ, ഒപ്പം തന്നെ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഈ കേസിൽ പ്രതികളുമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നിർണായകമായ നടപടിയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് MLA-മാർ കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു പ്രതിഷേധം നടക്കുമ്പോൾ ജലപീരങ്കിയും ഗ്രനേഡും ടിയർ ഗ്യാസും ഒക്കെ തന്നെ സർവ്വസാധാരണമാണ്. പക്ഷേ അത് പ്രയോഗിക്കുന്നതിന് മുൻപ് ചില പോലീസ് മാനുവൽ ഉണ്ട്. അതിന് മുന്നറിയിപ്പ് നൽകണം. പ്രവർത്തകർക്ക് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകിയ ശേഷം മാത്രമേ ജലപീരങ്കിയും ഒപ്പം തന്നെ ഗ്രനേഡുകളും പ്രയോഗിക്കാവൂ എന്നുള്ളതാണ് ചട്ടം. പക്ഷേ ആ ചട്ടങ്ങളൊന്നും തന്നെ ഇന്നലെ നടന്ന DGP ഓഫീസിലേക്ക് KPCC നേതൃത്വം നൽകിയ മാർച്ചിൽ ഉണ്ടായിട്ടില്ല എന്നും ഈ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ അപായപ്പെടുത്താൻ വേണ്ടി കരുതി കൂട്ടിയുള്ള ഒരു ശ്രമം അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി പോലീസ് നടത്തി എന്നുള്ളതാണ് ഈ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ അധമമായ നരഹത്യാശ്രമമാണെന്നും നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. നോട്ടീസ് സ്പീക്കർക്ക് കൈമാറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ച് സംഘർഷം പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.